अग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे എന്റമ്മയ്ക്കു മക്കൾ അതേറെയുണ്ടെങ്കിലും എനിക്കോ എന്നമ്മ ഒന്നേയുള്ളൂ. മക്കൾക്ക് കാര്യമനേകമുണ്ടെങ്കിലും അതിനുള്ള വരഭാഗ്യമൊന്നേയുള്ളൂ. അതിനുള്ള വരഭാഗ്യമൊന്നേയുള്ളൂ. സപ്തമാതൃക്കൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് നമോവാകം ഓതിക്കൊണ്ട് ഈ പ്രകൃതി മുഴുവനും കാത്തുരക്ഷിക്കുന്ന അമ്മ ദൈവങ്ങളെ ഉണർത്തി ആ വാത്സല്യധാരയെ അറിഞ്ഞുകൊണ്ട് മറ്റൊരു പ്രഭാതം. നാം നിൽക്കുന്നത് മണത്തണയിലെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിന് തിരുമുന്നിൽ തന്നെയാണ്. ചപ്പാരം എന്നത് സപ്തമാതൃപുരമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സപ്തമാതൃപുരം എന്ന് തന്നെ പറഞ്ഞാലും അത് ചപ്പാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. സപ്തമാതൃപുരം പറഞ്ഞു പറഞ്ഞ് ചപ്പാരം എന്നായി മാറിയതാണ്. ഇന്ന് ഈ ക്ഷേത്രഭൂമിയിൽ നിൽക്കുമ്പോൾ ഈ ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, കാഴ്ചകൾ ഒക്കെ നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ശങ്കരാചാര്യ സ്വാമികളുമായി ബന്ധപ്പെട്ട സങ്കല്പം, ആ സങ്കല്പത്തെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഒത്തുചേരൽ. മാത്രമല്ല ചപ്പാരവും കൊട്ടിയൂരുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ, ശക്തി സാന്നിധ്യമാണ് ഇവിടെ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഇവിടെ നിന്നുള്ള ആ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ശക്തി സാന്നിധ്യത്തെ കൂടുതലായി പറയണമെങ്കിൽ ശങ്കരാചാര്യർ ഇവിടെ വന്ന് നടത്തിയ ശ്രീചക്ര പ്രതിഷ്ഠയെക്കുറിച്ച് കൂടി പറയണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ ദിവസം നാം നടത്തുന്നത്. കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. അവിടുത്തെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. അതിനാൽ എല്ലാം അവിടുന്ന് ചെയ്യുന്നുവെന്ന് കാണണം. നമ്മളൊരു ഉപാധി മാത്രം. ഒരു പിടി മണ്ണ് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ എത്ര ശ്രദ്ധ വേണമോ, ഒരു നദിക്ക് കുറുകെ കെട്ടിയ കമ്പിയിൽ കൂടി നടക്കുവാൻ എത്ര ശ്രദ്ധ വേണമോ,
അതുപോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. ചൈതന്യധാരയാകുന്ന വാക്കുകളിലൂടെ ശ്രദ്ധയോടെ ജീവിക്കുവാൻ നമുക്കാകട്ടെ. മണത്തണ എന്ന ഗ്രാമം, അവിടുത്തെ ചപ്പാരം എന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ എത്തിയ നാം ഗ്രാമവിശ്വാസങ്ങളെ അടുത്തറിയുമ്പോൾ ശക്തമായ സമ്പ്രദായങ്ങൾ നിലവിലുള്ള എല്ലാ കാലത്തും സൂക്ഷിച്ചിരുന്ന ഒരു ക്ഷേത്രഭൂമിയാണിത് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ സമ്പ്രദായങ്ങളെക്കുറിച്ച് നാം പറഞ്ഞതിലും ഏറെ അറിയാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് എന്നതാണ് സത്യം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സംസ്കാരം, നാഗരികത ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ ഗവേഷണം നടത്തേണ്ടത് പോലും അത്യാവശ്യമാണ് എന്ന് മണത്തണയിലെത്തുമ്പോൾ തോന്നിപ്പോവുകയാണ്. ഏതായാലും മണത്തണ ചപ്പാരം ദേവീ ക്ഷേത്രത്തിലെ വ്യത്യസ്തമായ ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുവാൻ ശ്രീ ദാമോദരൻ മാഷ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ക്ഷേത്രവുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിൻ്റെ കാരണവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കാനാകും. നമസ്കാരം. ഒരു ഗംഭീര ക്ഷേത്രം ചപ്പാരം എന്ന് പറയുമ്പോൾ മണത്തണയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം, ഒരുപാട് വിശ്വാസങ്ങൾ, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തിപീഠമാണെന്ന് കൂടി പറയാൻ പറ്റുന്ന അത്രയും പ്രത്യേകതയുള്ള ക്ഷേത്രം. അപ്പോൾ അതിനെക്കുറിച്ച് കുറേയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുകയും പറയുകയൊക്കെ ചെയ്തു. എങ്കിലും അങ്ങേക്കറിയുന്ന അത്രയും നമുക്ക് അറിയാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ ചപ്പാരം ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത്? ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം സപ്തമാതൃപുരം ഭഗവതി ക്ഷേത്രം എന്ന പേരിലാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. അതിപ്പോൾ ലോപിച്ച് ചപ്പാരം ഭഗവതി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു. പക്ഷേ 7 ഇല്ലക്കാരുടെ കീഴിലായിരുന്നു ക്ഷേത്രം. ചപ്പാരത്തിന്റെ അവകാശം എന്ന് പറയുന്ന 7 ഇല്ലക്കാർ. ആ 7 ഇല്ലക്കാർക്കും 7 ദേവതമാര്. ആ ദേവതമാരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ആരാധിച്ചിരുന്ന ചപ്പാരത്തിൽ. അപ്പൊ ഈ 7 ഇല്ലക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ആചാരങ്ങൾ? ഇപ്പോൾ അതിൽ 2 കുടുംബങ്ങളെ ബാക്കിയുള്ളൂ. 7 ഇല്ലക്കാർ ഇപ്പോൾ 2 കുടുംബേ ബാക്കിയുള്ളൂ. ഒന്ന് കണ്ണോത്ത് കോമത്ത്, മറ്റൊന്ന് കൂടത്തിൽ. കണ്ണോത്ത് എന്ന് പറയുന്നത് കോമത്തായിട്ട് മാറി. കണ്ണോത്തിന്റെ തറവാട്ട് വരാം. താമസത്തെ വീട് കോമത്തായതുകൊണ്ട് കണ്ണോത്ത് കോമത്ത് എന്നറിയപ്പെടും. പിന്നെ കൂടത്തിൽ. ഈ 2 ഏഴിലക്കാരാണ് ഇപ്പോൾ, 2 കുടുംബമാണ് നിലവിലുള്ളത്. അപ്പോ മുൻപുള്ള കുടുംബക്കാരൊക്കെ പേര് വലിയ കൂടത്തിൽ ലയിച്ച പരിത്യത്ത് എന്നൊരു കുടുംബത്തെ കുറിച്ച് അറിയും. അപ്പൊ 7 കുടുംബക്കാരുണ്ടായിരുന്നു. ശരിക്കും 7 ഇല്ലക്കാരായിരുന്നു. അതിലിപ്പോ 2 കുടുംബക്കാരാണുള്ളത്. ഈ 7 ഇല്ലക്കാർക്കും 7 അമ്പലങ്ങളുണ്ടായിരുന്നു. സപ്തമാതൃക്കളിൽ ഓരോ ഭാവങ്ങളെ ആരാധിക്കുന്ന 7 അമ്പലങ്ങൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ആ എല്ലാ അമ്പലങ്ങളെയും കൂടി ചേർത്ത്, അപ്പോൾ അതാണ് ഈ സപ്തമാതൃപുരം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ഇത്ര പ്രാധാന്യം വരുന്നത്. ഈ 7 ക്ഷേത്രങ്ങളെയും ചേർത്ത് ആവാഹിച്ച് 7 മാതാക്കളെയും ആവാഹിച്ച് വാളിൽ കുടിയിരുത്തിയിരിക്കുകയാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ ഇന്ന് നമുക്കിപ്പോൾ 2 അമ്പലങ്ങളെ അല്ലാതെ വേറെ കാണാനുള്ളൂ. ഈ പണ്ടുണ്ടായിരുന്ന 7 ഇല്ലക്കാരിൽ 2 അമ്പലങ്ങളെ ഇപ്പോൾ കാണാനുള്ളൂ. ഒന്ന് കൂടത്തിൽ, മറ്റൊന്ന് വരവത്ത്. അമ്മയ്ക്കു മക്കൾ അതേറെയുണ്ടെങ്കിലും എനിക്കോ എന്നമ്മ ഒന്നേയുള്ളൂ. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. കൊട്ടിയൂര് ദേവസ്വത്തിൽ അടിയന്തര യോഗം കൂടിയിട്ടാണല്ലോ ഇവിടത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിന്റെ ഒരു ചടങ്ങുകളൊക്കെ എന്ന് പറഞ്ഞത്. കൊട്ടിയൂര് ആദ്യമായിട്ട് ഇവിടെ ഈ ചപ്പാന ക്ഷേത്രത്തിലെ പൂജാരികൾ, അത് ഓരോ തറവാട്ടിലും 5 പേരാണ് ഉണ്ടാവുക ഒരു കാലഘട്ടത്തിൽ. അതിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ കുടുംബത്തിലെ ഒരാളെയും കൂടെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് എടുക്കുന്നത് ഈ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ 5 പേർക്ക് 5 പ്രത്യേക പേരുകളില്ലേ? പേരുണ്ട്. 5 പേർക്ക് പേരുകളുണ്ട്. എന്തൊക്കെയാണ്? കൃഷ്ണസൻ,
രരപ്പശൻ, ശങ്കരശൻ, കോപ്പശൻ, ദാറശൻ. അങ്ങനെ ഇപ്പൊ കേട്ടല്ലോ ഈ പേരുകളിലാണ് ഇവർ അറിയപ്പെടുക. അതായത് ഇവർക്ക് അല്ലാതെ ജനിച്ചപ്പോൾ ഇട്ട നാമങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിലും ഈ 5 പേരെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 5 പേര് ഈ 5 പേരുകളിൽ വേണം അറിയപ്പെടാൻ. കൃഷ്ണച്ചൻ, ശങ്കരച്ചൻ, കോപ്പശൻ, ദാറശൻ, കാറച്ചൻ, ദാരപ്പച്ചൻ. അപ്പോൾ ഈ 5 പേര് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? 5 പേര് തിരഞ്ഞെടുക്കലല്ല, ഇവിടെ ഇപ്പോഴും കൊട്ടിയൂർ ഉത്സവത്തിൽ ഈ വാളാട്ടമൊക്കെ നടക്കുന്ന അത്തം നാളുണ്ട്. അത്തം കഴിഞ്ഞാൽ അവസാനം കലശാട്ടാണ്. ആ അത്തം നാളില് അവിടെ ഭണ്ണാരരുടെ വരാന്തയിൽ അവിടെ പിന്നെ പുതുതായിട്ട് ചേരാൻ നിൽക്കുന്ന ആളും ഈ 2 തറവാട്ടിലെ കാരണന്മാരൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ ഒരു പലക ഇട്ടിട്ട് ഈ കൊട്ടിയൂരത്തെ സമുദായ പട്ടതിരിപ്പാടുണ്ടോ, അദ്ദേഹമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഈ പേര് വിളിക്കുക, 3 പ്രാവശ്യം ഈ പേര് വിളിക്കും. അപ്പൊ നിങ്ങൾ റാൻ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ചേർന്നു. അപ്പോൾ അദ്ദേഹം തരുന്ന പേരാണ് ഈ പേര്. നമ്മൾക്ക് ഈ ദാരപ്പശൻ, ദാറസൻ, കൃഷ്ണസൻ എന്നുള്ള പേര് തരുന്നത് ഈ സമുദായ പട്ടതിരിപ്പാടാണ്. അപ്പൊ അങ്ങയുടെ പേര് എന്താണ് ശരിക്കും? ഇപ്പോഴത്തെ ആള് നാരായണ പേര്, നാരായണ പട്ടതിരിപ്പാട്. അപ്പോൾ അവർക്ക് ഈ ദിശാനാമം ഇല്ല. അല്ല, ഈ 5 പേർക്ക് 5 പേര് തരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങേക്ക് അങ്ങനെ ഒരു പേര് തന്നിട്ടുണ്ടാവില്ലേ? അത് നമ്മൾ കൊടുക്കും പേര്. നമ്മളെ കാലഘട്ടത്തിൽ ഇപ്പൊ ഏത് പേരാണ് ഒഴിവുള്ളത്? ഇപ്പൊ 4 പേര് ഉള്ളത്, മരിച്ചു പോയത്, അവരുടെ പേര് പറഞ്ഞു കൊടുക്കും. ഓ, അപ്പൊ എന്താ പേര് വരാതെ? എന്റെ പേര് കൃഷ്ണസൻ. കൃഷ്ണസൻ. ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ദാമോദരൻ എന്നാണ് എങ്കിലും കൃഷ്ണച്ചൻ എന്ന സ്ഥാനപ്പേരാണത്. ദീക്ഷാനാമം എന്നാ പറയാ. ദീക്ഷാനാമം, മന്ത്രദീക്ഷ കിട്ടുമല്ലോ, ആ ദീക്ഷാനാമമാണ് ഈ പേര്. മുമ്പ് കാലത്ത് ഈ പേരിലാണ് നമ്മൾ ഈ മണത്തനെയും അതുപോലെ കുട്ടികൾക്ക് അറിയപ്പെടുന്നത്. അതെ, ഈ പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പഴയ പേര് ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും ദീക്ഷ കിട്ടൽ പോലെ തന്നെ സന്യാസിമാർക്ക് ദീക്ഷ കിട്ടുന്ന പോലെ പൂർവാശ്രമത്തിലെ നാമം പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. കൃഷ്ണച്ചൻ എന്ന് തന്നെ വിളിക്കണം എന്നാണ്. ഇപ്പോഴെന്നൊക്കെ ചെറിയ മാറ്റങ്ങൾ തെളിയൂ നിറദീപനാളമായെന്നുള്ളിൽ മണത്തണ കാക്കും നിൻ വേദാന്ത ദീപവുമായി മോറജപം തീർത്തൊരു നോലിഴമുറിയാതെ മന്ത്രാക്ഷരക്കൂട്ടം മനസ്സിൽ ഞാൻ കോർക്കുമ്പോൾ ചപ്പാരത്തമ്മേയൻ ഹൃത്താരിലെത്തി നീ മാണിക്യ വീണയാൽ ശ്രുതി മീട്ടി നിൽക്കൂ. നമ്മൾ ശരിക്കും മണത്തണയിലേക്ക് വന്നത് മണത്തണയിലുണ്ടായിരുന്നൊരു നാഗരികതയെ അറിയാനാണ്. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ജീവിത സംസ്കാര രീതികളുടെ സ്പർശം, സാന്നിധ്യം ഇപ്പോഴും മണത്തണയിലും കൊട്ടിയൂരുമായിട്ടുണ്ട്. കൊട്ടിയൂരിൻ്റെ ഉത്സവ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലെ വ്യവസ്ഥകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ജനാധിപത്യമൊക്കെ ഉണ്ടായി വരുന്നതിനും വളരെ കാലം മുൻപ് തന്നെ അത്തരത്തിൽ എല്ലാ സമുദായക്കാർക്കും എല്ലാ ജാതിക്കാർക്കും പ്രവേശനമുള്ള, എല്ലാവർക്കും അവകാശമുള്ള ഒരു ഉത്സവം ഇവിടെ കൊണ്ടാടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നിയമസഭയിൽ സ്പീക്കർക്കുള്ളതുപോലൊരു സ്ഥാനത്തോടു കൂടി സമുദായി ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവിടെ മറ്റുള്ള അവകാശങ്ങളൊന്നുമില്ല എങ്കിലും എല്ലാവരുടെയും കാര്യങ്ങൾ തീരുമാനിക്കും, എല്ലാവരും പറയുന്നത് കേൾക്കുവാനുമുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ആ തീരുമാനങ്ങൾ പരസ്പരം അറിയിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും അനുസരിച്ചും ഒരു തലപ്പത്തിരിക്കുന്ന ആളെ അനുസരിച്ചുമൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ജീവിതത്തിന് ചിട്ടകളുണ്ടായിരുന്നു, ആചാരങ്ങൾ അതിൻപടി തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടിയൂരും മണത്തണയും അന്നത്തെ ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഒരു മഹത്തായ നാഗരികതയുടെ ബാക്കിപത്രവുമാണ്. സുഹൃതത്തിൽ കൊട്ടിയൂർ പെരുമാളിൻ തുളസീതളമാണു ഞാൻ, സ്നേഹ തുളസീതളമാണു ഞാൻ. സന്താന സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന അമ്മമാർ വാഴുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രധാന പ്രത്യേകതയുള്ളത്, ഇവിടെ പണ്ട് യോഗിനിമാരാണ് ആരാധന നടത്തിയിരുന്നത്. അതായത് കൊട്ടിയൂരിൻ്റെ നാഗരികതയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പറയുമ്പോൾ സ്ത്രീകളെ ഏറെ ബഹുമാനിച്ചിരുന്ന, സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകിയിരുന്ന ഒരു സംസ്കാരം ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്നു. ഈ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുവാൻ അവകാശമുണ്ടായിരുന്നത് സ്ത്രീകൾക്കായിരുന്നു. അതൊരു വലിയ കാര്യമല്ലേ? അതായത് ഇവിടെ സ്ത്രീകൾ വന്ന് പൂജിക്കാനിരിക്കുമ്പോൾ അവരിൽ ദേവിയുടെ സാന്നിധ്യം വന്ന് നിറയുമായിരുന്നു അത്രേ. അങ്ങനെയാണ് ശങ്കരാചാര്യർ ഇവിടേക്ക് ആകർഷിക്കപ്പെടുകയും ഇവിടെ വന്ന് തപസ്സിരിക്കുകയും ചെയ്തത്. നാം കണ്ട കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിലായിട്ടാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന ഗുഹയുള്ളത്.
എന്നാൽ അവിടെ വെച്ചിട്ട് മാത്രമല്ല, അദ്ദേഹം ചപ്പാരം ദേവീക്ഷേത്രം നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയിലേക്ക് എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന് ശ്രീവിദ്യാ ഉപാസനയ്ക്ക് വേണ്ടുന്ന മന്ത്രങ്ങൾ ദേവി തന്നെ ഉപദേശിച്ചു കൊടുത്തത്. ദേവി ഒരു സ്ത്രീയുടെ, കൊട്ടിയൂരത്തെ ഒരു സ്ത്രീ അല്ലെങ്കിൽ മണത്തണയിലെ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്നിട്ടാണ് ശ്രീവിദ്യാ ഉപാസന നൽകുവാനുള്ള മന്ത്രം ശങ്കരാചാര്യർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോൾ ഈ ഒരു മണത്തണ എന്ന ദേശത്തെയും ഇവിടുത്തെ സ്ത്രീ ജന്മങ്ങളുടെയും ഒക്കെ പുണ്യം നാം മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, യോഗിനിമാരായ സ്ത്രീകൾ പൂജ കഴിപ്പിച്ചിരുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നും ബാലിയിലും മറ്റുമൊക്കെ അതുപോലുള്ള സംസ്കാരങ്ങളുണ്ട്. സ്ത്രീകൾ പൂജ ചെയ്യുക. വാരണാസിയിലൊക്കെ ചെന്നാലും നമുക്കത് കാണുവാനാകും. ഗൃഹസ്ഥയായ ഓരോ സ്ത്രീകളും പ്രഭാതങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തി പൂജ കഴിഞ്ഞിട്ടേ തങ്ങളുടെ വീടുകളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നുള്ളൂ. അങ്ങനൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു പണ്ട്. അതേ സംസ്കാരം ഇവിടെയും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് തപസ് ചെയ്തിരുന്ന ശങ്കരാചാര്യർ ഇവിടെ വെച്ച് അദ്ദേഹത്തിന് മന്ത്രോപാസന ലഭിക്കുകയും ദേവിയിൽ നിന്ന് തന്നെ ആ ഉപാസനാ മന്ത്രം ലഭിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇവിടെ തെക്കോട്ട് മുഖമായിട്ടാണ് ദേവി ഇരിക്കുന്നത്. അപ്പോൾ തെക്കോട്ട് ഇരിക്കുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിന് നേരെ മുന്നിലായിട്ടാണ് നാം ഈ നിൽക്കുന്ന ശ്രീചക്ര പ്രതിഷ്ഠയുള്ള പ്രദേശമുള്ളത്. പക്ഷേ ഇതറിയപ്പെടുന്നത് വടക്കിനി എന്നാണ്. സാധാരണ വടക്ക് ഭാഗത്തുള്ള ആരാധനാ കേന്ദ്രം അല്ലേ വടക്കിനി എന്ന് അറിയേണ്ടു. എന്നാൽ ഇത് തെക്ക് ഭാഗത്താണുള്ളത്, എന്നിട്ടും വടക്കിനി എന്ന് അറിയുന്നു. അതിന് കാരണം പറയുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ദേവി ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് വടക്കിനിയായിട്ടാണ് ഈ പ്രദേശം വരുന്നത്. അപ്പോൾ അത്രമാത്രം ബന്ധമുണ്ടെന്ന് വീണ്ടും പറയാനാവുകയാണ് നമുക്ക്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വടക്കിനിയായിരിക്കുന്ന സാന്നിധ്യത്തിലാണ് ശങ്കരാചാര്യ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയത് എന്ന് സാരം. തീർക്കൂ മനസ്സിലെ വടക്കിനി കോലായിൽ സപ്തമാതൃക്കളുടെ നിറവർണ്ണ രൂപക്കളം മോറജപം തീർത്തൊരു നൂലിഴ മുറിയാതെ മന്ത്രാക്ഷരക്കൂട്ടം മനസ്സിൽ ഞാൻ കോർക്കുമ്പോൾ ചപ്പാരത്തമ്മേയൻ വൃത്താരിലെത്തി നീ മാണിക്യ വീണയാൽ ശ്രുതി മീട്ടി നിൽക്കൂ, ശ്രുതി മീട്ടി നിൽക്കൂ. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. സപ്തമാതൃക്കൾ സാന്നിധ്യമാകുന്ന സപ്തമാതൃപുരം ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിലായി തെക്ക് ഭാഗത്ത് വടക്കിനി വരുന്നു എന്ന അപൂർവതയുമായി ശ്രീചക്ര ആരാധനയ്ക്ക് ഒരു സ്ഥാനമുണ്ടാകുന്നു. ആ സ്ഥാനത്തെക്കുറിച്ച് വിശദമായി നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ശ്രീചക്ര ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പങ്ങൾ, അതിൽ തന്നെ ഇത് ശങ്കരാചാര്യരാൽ സ്ഥാപിതമായ ശ്രീചക്രം എന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ ശങ്കരാചാര്യരാൽ സ്ഥാപിതമായ ശ്രീചക്രങ്ങൾ നിലകൊള്ളുന്ന ക്ഷേത്രഭൂമികളിലെല്ലാം തന്നെ വ്യത്യസ്തമായ ആചാര രീതികൾ, നിഷ്ഠകൾ അതൊക്കെ ശങ്കരാചാര്യർ തന്നെ കൽപ്പിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതൊക്കെ തന്നെയും ബ്രാഹ്മണ പൂജകൾ നടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ശങ്കരാചാര്യരാൽ സ്ഥാപിതമായ ശ്രീചക്രം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ അബ്രാഹ്മണ പൂജയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആരാധനകളെക്കുറിച്ചും ശ്രീചക്ര ആരാധനയുടെ പൊതുവിലുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇവിടുത്തെ ഒരു ശ്രീചക്ര ആരാധന, ഇപ്പോൾ ഇവിടുത്തെ വടക്കിനിയിലെ ശ്രീചക്ര ആരാധന കുറച്ച് വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ശങ്കരാചാര്യ സ്ഥാപിതമാണ് എന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിക്കുന്നത്? പൂർവ്വ കാലഘട്ടങ്ങളിൽ ഇവിടെ പൂർവ്വ ബ്രാഹ്മണേതര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് താമസിച്ചതെന്നും അവരുടെ ഒരു ആരാധനാ സമ്പ്രദായത്തിൽ കൗളാചാരത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കർമ്മ പദ്ധതികളാണ് നിലനിന്നിട്ടുള്ളത്. ഇവിടുത്തെ വടക്കിനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശാക്തേയ സംവിധാനത്തിൻ്റെ സാന്നിധ്യം ചൈതന്യവത്തായിട്ടുള്ള ഒരു സങ്കല്പസ്ഥാനമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ശരിയായ രീതിയിൽ ഇവിടുത്തെ പൂജാവിധാനങ്ങൾ അബ്രാഹ്മണ വിധാനത്തിലാണ് നടപ്പ് വരുന്നെങ്കിലും അതിൻ്റെ സ്വഭാവ ഗുണത്തിൽ ആധാരം, ഭുജഗാതിരാജ വലയം,
പാത്രം മഹീമണ്ഡലം ദ്രവ്യം സപ്തസമുദ്രമാരി പിശിതാനി അഷ്ടൗജ ദിഗ്ധദിന സോഹം ഭൈരവമർച്ചയേൽ പ്രതിദിനം താരാഗണൈഹി അക്ഷതൈഹി ആദിത്യാദി നവഗ്രഹേശ്ച കുസുമൈഹി ഇഷ്ടാർത്ഥ സംസിദ്ധേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധ്യാനം വിധിക്കപ്പെട്ടിട്ടുള്ളത്. ശരിയാവണ്ണം അതിൻ്റെ ഒരു സവിശേഷതയെ പരിശോധിക്കുമ്പോൾ സ്ത്രീ അനന്തനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള പ്രകൃതി, ആ പ്രകൃതിയിലുള്ള പ്രകൃതി ആരാധനാ സമ്പ്രദായങ്ങളാണ് ശരിക്കും ഇവിടെ നടക്കുന്നതെന്നും അതിനാരാധിക്കപ്പെടാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള വസ്തുവകളൊക്കെ തന്നെ പ്രകൃതിയിൽ തന്നെ ഉള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രമമായിട്ടാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ആധാരം എന്ന് പറയുമ്പോൾ ഈ ശാക്തേയ വിധാനത്തിലുള്ള ദ്രവ്യങ്ങൾ വെക്കാവുന്ന പാത്രങ്ങൾ നിർത്തുന്ന സ്ഥാനമാണ് ആധാരം. പൂർവ്വകാലഘട്ടങ്ങളിൽ ചിരട്ടയിലാണ് നിവേദ്യങ്ങൾ വെക്കാറുള്ളത്. ആ ചിരട്ട നിലത്ത് ഭദ്രമായി നിലയുറപ്പിക്കണമെങ്കിൽ അതിൻ്റെ അടിഭാഗം അതിന് സംരക്ഷിക്കപ്പെടാനുള്ളൊരു വളയുണ്ടാവണം. അതാണ് ആധാരം. ആധാരം ഭുജഗാതിരാജ വലയം, അത് അനന്ത സങ്കല്പം എന്നുള്ളതാണ് അടിസ്ഥാനം. അതിൻ്റെ മേൽഘടകത്തിൽ വെക്കുന്ന പാത്രം മഹീമണ്ഡലം, അത് പ്രപഞ്ചമായും ദ്രവ്യം സപ്തസമുദ്രവാരി, അതിലൊഴിച്ചു വെക്കുന്ന ദ്രവ്യങ്ങൾ 7 നദികളിലെ ജലങ്ങളായിട്ടും പിശിതാനി അഷ്ടൗജ ദിഗ്ധന്ധിന, അതിൻ്റെ മേൽഭാഗത്ത് വെക്കുന്ന മാംസങ്ങൾ, നിവേദ്യവസ്തുവായ മാംസകഷ്ണങ്ങൾ അഷ്ടദിഗ്ഗജങ്ങളായിട്ടും സോഹം ഭൈരവമർച്ചയെ പ്രതിദിനം താരാഗണൈഹി അക്ഷതൈഹി, ഇതിനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കപ്പെടുന്ന അക്ഷതങ്ങൾ അത് നക്ഷത്രക്കൂട്ടങ്ങളായിട്ടും ആദിത്യാദി നവഗ്രഹേശ്ച കുസുമൈഹി ഇഷ്ടാർത്ഥ സംസിദ്ധേ, ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് നവഗ്രഹങ്ങളാകുന്ന പുഷ്പങ്ങളെ കൊണ്ടുമാണ് അർച്ചന ചെയ്തു വരുന്നത്. ഈ ശങ്കരാചാര്യരാൽ നിശ്ചയിക്കപ്പെട്ട പൂജ എന്ന് പറയുന്നതിൽ ഇതെല്ലാം പെടുമോ? ഇല്ല, ഇത് വ്യത്യസ്തങ്ങളാണ്. ഇത് ശാക്തേയ വിധാനം എന്ന് പറയുന്ന ക്രിയ അത് തനി ശാക്തയാണ്. ഈ സാധനം ഏറ്റവും തനതായ ശക്തയാണ്, ഏറ്റവും പൂർണ്ണമായ കൗളാചാരമാണ്. ശങ്കരാചാര്യരാൽ ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും ഇതും തമ്മിൽ വ്യത്യസ്തങ്ങൾ. അത് ബ്രാഹ്മണ സമ്പ്രദായത്തിൽ വരുന്ന ക്രിയാവിഷയങ്ങളായിരിക്കുമ്പോൾ ആ ക്രിയകൾക്ക് ഉപകരിക്കുന്ന ധ്യാനങ്ങളും അതിനോടനുബന്ധമായ നിവേദ്യ വസ്തുക്കളും വ്യത്യസ്തങ്ങളാണ്. പക്ഷെ ഇവിടെ വരുന്ന വിഷയം വരുമ്പോൾ അബ്രാഹ്മണ വിധാനത്തിലുള്ള പൂജാക്രിയകളായിരിക്കുമ്പോൾ തനതായ ശാക്തേയത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന നിവേദ്യങ്ങളും അതിനനുസരിച്ചുള്ള പദാർത്ഥങ്ങളും ധ്യാനങ്ങളും അവസ്ഥകളുമായിരിക്കും ക്രിയകളിലുണ്ടായിരിക്കും. ഈ ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ചപ്പാരത്തെ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ ഏറ്റവും ആദ്യകാലത്ത് നിലവിലുണ്ടായിരുന്നതാണ്. അതായത് ആദ്യകാലത്ത് ഗോത്ര സംസ്കൃതിയിൽ നിന്ന് അടുത്ത ഒരു വൈദിക ഭാവത്തിലേക്ക് അല്ലെങ്കിൽ വേദിക ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പല മാറ്റങ്ങൾ, രണ്ടല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഒന്നു ചേരുകയോ അല്ലെങ്കിൽ രണ്ടിൽ നിന്നും സ്വാധീനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പൂജാരീതികൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്ത കാലത്ത് പൂജകൾ നിലനിന്നിരുന്ന ക്ഷേത്രമാണ് ചപ്പാരത്തെ എന്ന് മനസ്സിലാക്കാം. അതായത് ഈ പറയുന്ന കാലഘട്ടമൊന്നുമല്ല, കാലഗണന നിർണ്ണയിക്കാനാകാത്ത ഒരു പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നതാണ് സാരം. വാളും പരിചയം ഏന്തി നിൽക്കുന്ന ദേവീഭാവത്തെ വന്ദിച്ചു നിൽക്കുന്ന ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവകളും ഋഷീശ്വരന്മാരും ഹയഗ്രീവരും ഗന്ധർവന്മാരും കിന്നരന്മാരും, അങ്ങനെ ദേവലോകം മുഴുവനും പ്രകീർത്തിക്കുന്ന ദേവീഭാവം ഇവിടെ ശ്രീചക്രത്തിൽ കുടികൊള്ളുകയാണ്. വടക്കിനെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്ക് പ്രധാനമുള്ളതാവുകയാണ്. എത്രയെത്ര കാഴ്ചകളാണ്! ദേവിയെ ഉപാസിക്കുന്നവർ തീർച്ചയായും വന്നു കണ്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, ദർശന സൗഭാഗ്യം നേടിയിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ചപ്പാരത്തെ ഭഗവതി ക്ഷേത്രം. മണത്തണയിലെ ചപ്പാരത്തെ ഭഗവതി ക്ഷേത്രം എന്ന് മനസ്സിലാക്കുകയാണ്. തീർക്കൂ മനസ്സിലെ വടക്കിനിക്കോലായിൽ സപ്തമാതൃക്കൾ നിറവർണ്ണ രൂപക്കളം മോറജപം തീർത്തൊരു നൂലിഴമുറിയാതെ മന്ത്രാക്ഷരക്കൂട്ടം മനസ്സിൽ ഞാൻ കോർക്കുമ്പോൾ ചപ്പാരത്തമ്മേ എൻ വൃത്താരിലെത്തി നീ മാണിക്യ
ശ്രുതി മീട്ടി നിൽക്കൂ, ശ്രുതി മീട്ടി നിൽക്കൂ.